മെഹ്റിൻ. താനധികം ഓവർ സ്മാർട്ടൊന്നും ആവണ്ട. പഠിക്കാനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയാ മതി. ഇത് ചന്തയൊന്നുമല്ല ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ. തന്റെ ചട്ടമ്പിത്തരൊക്കെ തന്റെ വീട്ടിൽ വെച്ചേക്ക് പോന്നാ മതി. ആഷിഖ് സാർ ഇത്രയും പറഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരുന്നു. ആരെയും നോക്കാതെ ഞാൻ താഴേക്ക് നോക്കി നിന്നു. ഓരോന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളും, മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് പിറുവിറുത്തുകൊണ്ട് സാർ ഇറങ്ങിപ്പോന്ന് ഞാൻ എൻ്റെ നിറഞ്ഞ കണ്ണിൽ മങ്ങിയ കാഴ്ചയിൽ കണ്ടു. ഫ്രീ പീരീഡ് ക്ലാസ്സിൽ കിടന്ന അർമായിസിനാണ് ഈ കേട്ടത്. ഇത് കോളേജ് തന്നെയാണോ എന്തോ. കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാവാം ആരും ഒന്നും എന്നോടൊപ്പം മിണ്ടിയില്ല. ഞാൻ ആരോടൊന്നും സംസാരിക്കാനും പോയില്ല. ഡെസ്കിൽ തലവെച്ച് അവിടെ കിടന്നു. ലഞ്ച് ബ്രേക്കിന് മീര വന്ന് കൈ കഴുകാൻ വിളിച്ചു. ഭക്ഷണാലയിലും പണ്ടേ നമ്മുടെ വീക്ക്നെസ്സാണ്. ഉമ്മയായിട്ട് അടിയുണ്ടാക്കിയിരിക്കുമ്പോഴും ഒരിക്കലും ഭക്ഷണത്തിനോട് ഇഷ്ടക്കുറവ് കാണിക്കാറില്ല. പകരം അവർക്കുള്ള കൂടെ കഴിച്ചിട്ടാണ് പ്രതികാരം ചെയ്യാറ്. അതുകൊണ്ട് ഞാനും കൂടെ പോയി. തിരിച്ചു വരുമ്പോൾ ആഷിഖ് സാറ് ദേഷ്യവും പുച്ഛവും സമം കലർത്തി എന്നെ ദഹിപ്പിച്ചു നോക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയി. സാറിൻ്റെ ആ നോട്ടം കണ്ടിട്ടാവണം അതുവരെ ഒന്നും ചോദിക്കാതിരുന്ന നമ്മുടെ 2 കിഡ്നികൾ ഐഷു, മീര എന്ത് തല്ലുവിളിത്തരത്തിനും കൂടെ കാണും. ചോദിച്ചു, ഈ ആഷിഖ് സാറിന് നിന്നോട് മാത്രം എന്തത്ര ചൊറിച്ചില്? അവരുടെ ചോദ്യത്തിന് മുമ്പിൽ മിഴുങ്ങസിയാൻ നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ. കാരണം എനിക്കും അറിയില്ലായിരുന്നു സാറിന് എന്നോട് മാത്രം എന്താ ഇത്രയും ദേഷ്യമെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ കീരിയും പാമ്പും ആയിരുന്നിരിക്കണം, അല്ലാതെ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഞാൻ തറയിൽ PhD എടുത്ത ആളാണെങ്കിലും സാറിൻ്റെ അടുത്ത് ഞാനൊരു തറക്കളിയും കളിച്ചിരുന്നില്ല. അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല എന്നാണ് സത്യം. കാര്യം അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് സാറിനെ വഴക്ക് പറഞ്ഞപ്പോൾ സങ്കടമൊക്കെ ആയെങ്കിലും കൊണ്ടുവന്ന ബിരിയാണിയുടെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ ഒന്നല്ല 1000 കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു വായിൽ. സാഡിസ്റ്റൊക്കെ പിന്നെ ആവാം, അതിനൊക്കെ എനർജി വേണം, അതിന് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് സങ്കടമൊക്കെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് വലിച്ചെറിഞ്ഞ് ബാക്കിയൊക്കെ ബിരിയാണി കൊണ്ട് നിറച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ബിരിയാണിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആരും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല. ബിരിയാണിയുടെ മണമടിച്ചതും ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കിട്ടിയ പോലെ എല്ലാം കൂടെ ഓടി വന്ന് ബെഞ്ച് വളഞ്ഞു. തിരക്ക് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ വന്നു എന്നാ തോന്നുന്നത്. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. അടിയുണ്ടാക്കിയിട്ടും കൈയിട്ട് വാരിയും പാത്രം പെട്ടെന്ന് കാര്യമായി. ബെഞ്ച് ശാന്തമായ ഉത്സവപ്പറമ്പിൽ മതമിളകിയ ആന കയറിയ പോലെയായി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ തമാശ പറഞ്ഞും ചിരിച്ചും ക്ലാസ്സിൽ കമന്റ് പറഞ്ഞും ബാലരമ വായിച്ചു ഉറങ്ങിയൊക്കെ തീർത്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടേക്ക് നിന്ന് സമയം കുറയായപ്പോഴാണ് ഇനി നേരം വൈകിയ വീട് യുദ്ധക്ലാവെന്നുള്ളതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. നേരെ വീട് വെച്ച് പിടിച്ചു. ബസ് ഇറങ്ങി കുറച്ച് നടന്ന നമ്മുടെ രാമേട്ടന്റെ പെട്ടിക്കടയുണ്ട്. പുള്ളിക്കാരന്റെ കണ്ണിന്റെയും ചെവിന്റെയൊക്കെ ഫ്യൂസ് എന്നോ പോയതാ. നാവിന് മാത്രം ഒരു കുഴപ്പമില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കലാണ് മെയിൻ പണി. പുള്ളിക്കാരന്റെ സഹധർമ്മിണിയായിട്ട് കത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരന്റെ വക ചൊറിച്ചില്. നിനക്ക് കുറച്ച് കളി കൂടുതലാ, നിന്നെ കെട്ടിച്ചു വിടാൻ പറയണ ഹസീബിനോട്. ഹസീബ് എന്ന എൻ്റെ പിതാജി അങ്ങ് തുഫായിലാണ്. നെഞ്ചിലൊരു അമ്പ് കുത്തിയിറക്കി കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരനെ കൊഞ്ഞനും കുത്തി കാണിച്ച് കടലമിഠായിൻ്റെ ഒരു പാക്കറ്റും എടുത്തുകൊണ്ട് ഒരു ഓട്ടം വെച്ച് കൊടുത്തു. അല്ല പിന്നെ ബാക്കിൽ നിന്ന് രാമേട്ടൻ എൻ്റെ മുത്തിക്കും മുത്തിയുടെ മുത്തിക്കൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാര്യമൊക്കെ നിന്നില്ല. ഇതൊക്കെ എന്ത്? ഈ തൊട്ടിത്തുറക്കെ ജനിച്ചപ്പോൾ തൊട്ടേ കൂടെ ഉള്ളതാ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി സീറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നെന്നെ പിഴിഞ്ഞെടുത്ത് ആ നീര് വെച്ച് സൂപ്പുണ്ടാക്കി കുടിക്കും പുള്ളിക്കാരി. ബോബന് മോളിലെ പട്ടീനെ പോലെ ആ കുട്ടി പിശാചുണ്ട് കൂടെ. എൻ്റെ പുന്നാരനിയൻ ഇൻവെസ്റ്റിഗേറ്ററാണ്. എന്നെക്കുറിച്ചാണെന്ന് മാത്രം. ഞാൻ എത്തുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചുള്ള ന്യൂസ് അവിടെ എത്തും. പോരാളിയുടെ അടുത്തെത്തിക്കും പഹയൻ. എന്നിട്ട് എന്നെ വല്ലാണ്ടങ്ങ് സ്നേഹിപ്പിക്കും പോരാളീനെ കൊണ്ട്. ഓൻ്റെ തലക്കൊരു കൊട്ടും കൊടുത്ത് പോരാളിക്കൊരു ഇളിയും പാസ്സാക്കി നേരെ സ്റ്റെയർ നോക്കി ഓടി റൂമിൽ കയറി. അല്ലെങ്കിൽ അടി കൊണ്ട് ചാവും. വയസ്സ് 18 എന്നുള്ളതൊന്നും പോരാളിക്കൊരു വിഷയമല്ല. കൈ കിട്ടിയ എൻ്റെ എല്ല് പുള്ളിക്കാരി ഊരും. ഉപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ സ്നേഹക്കൂടുതലാ പുള്ളിക്ക്. അതിൻ്റെ കുറവ് ഉമ്മ നികത്തുന്നുണ്ട്. ഒരു വീതം 3 നേരം വെച്ചാണ് അടി. ഫ്രഷായി താഴേക്ക് ചെന്ന് വയറ് നിറയെ ഫുഡൊക്കെ കുത്തിക്കയറ്റി. TV കണ്ടുകൊണ്ടിരിക്കുന്ന അനിയൻ്റെ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി ചാനൽ മാറ്റിയപ്പോൾ ചെക്കൻ കിടന്ന് അലറുന്നു. ഇനി നിന്നാൽ ശരിയാവൂല. ഓനെ തള്ളി താഴെയിട്ട് ഞാൻ ഓടി മേളിൽ കയറി. അപ്പോഴാണ് ഓർമ്മ വന്ന് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന കാര്യം. അതും ആ കാലമാടൻ്റെ. പഠിച്ചേക്കാം, അല്ല ഇനി അത് മതിയാവും. എങ്ങനെ നടന്ന ഞാനാ അയാൾ ഒരുത്തനായതിനൊക്കെ കാരണം. ശാപം. കൊല്ലം 10-12 ഞാൻ പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് ഒരു എക്സാമിൻ്റെ കുറച്ച് നാൾ മുമ്പല്ലാതെ ഞാൻ ബുക്ക് തൊട്ടു നോക്കലില്ല. ഞാനാ ടെസ്റ്റ് പേപ്പറിന് പഠിക്കാൻ പോകുന്നു. ഇയാൾക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യം? കണ്ടാൽ തന്നെ കടിച്ചു കീറാൻ വരും. ക്ലാസ്സിലെ പെൺകുട്ടികളുടെയൊക്കെ പൊന്നോമന പുത്രനാ. കുറ്റം പറയാൻ ഒരൊറ്റ എണ്ണല്ല. ഞാനല്ലാതെ തിരിച്ചും അങ്ങനെ തന്നെ. ഞാൻ നന്നായി നിൽക്കാൻ പോവാറുമില്ല. അതെങ്ങനെയാ? കാരണം ഉണ്ടാക്കി എൻ്റെ വഴിയെ ചൊറിയാൻ നടന്നാൽ പിന്നെ തിരിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റൂ. ആദ്യം സാറ് ക്ലാസ്സിൽ വന്ന് ആലോചിക്കുമ്പോൾ കുളിര് കോരും.
അല്ലെങ്കിലും പുള്ളിക്കാരനെ 2 കണ്ണോണ്ടും നോക്കിയാൽ തീരൂല, അത്രക്ക് മൊഞ്ച. അപ്പൊ ക്ലാസ്സിലുള്ള അവളുമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യത്തെ ദിവസം കാലമാണ്ടം കണ്ടപ്പോൾ തന്നെ ഞാനടക്കം എല്ലാണ്ണവും ഫ്യൂസ് അടിച്ച് നിന്നിട്ടുണ്ട്. വൈറ്റ് മുണ്ടിലും ബ്ലൂ ഷർട്ടിലും കുഞ്ഞി കണ്ണൊക്കെ ആയിട്ട് ഒരു മാലാഖൻ വന്ന് നിന്ന പോലെ ആയിരുന്നു. അന്നത്തെ ആ ലുക്കൊന്നും പിന്നെ തോന്നിയിട്ടില്ല. സ്വഭാവം അറിഞ്ഞതിന് ശേഷം ആ കണ്ണോട് നോക്കാറില്ല എന്നാണ് സത്യം. ക്ലാസ്സിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വാഴത്തോട്ടത്തിൽ കാട്ടുപന്നിറങ്ങിയ പോലെയായിരുന്നു ക്ലാസ്. ഞാൻ രാഹുൽ എറിഞ്ഞ ടെക്സ്റ്റ് ചെന്ന് വീണതൊരു ബ്ലൂ ഷർട്ടിൽ. നോക്കുമ്പോൾ ദേ നിൽക്കുന്നു കാലമാടൻ. 1ാം ക്ലാസ്സിലേക്ക് ഹെഡ്മാഷി കയറി വന്ന പോലെ ക്ലാസ് ഫുള്ള് നിശബ്ദമായി. മോങ്ങാനിരുന്ന വട്ടീൻ്റെ തലയിൽ തേങ്ങ വീണ പോലെ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പ്ലിങ്ങി നിന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാറ് പറഞ്ഞു, താൻ കൊള്ളാലോ, എൻ്റെ എൻട്രി തന്നെ താൻ മാസാക്കി. എന്നോടാണ്. നല്ല സ്വീകരണം എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ആഷിഖ്, ഞാൻ നിങ്ങളുടെ പുതിയ ക്ലാസ്സാറാണ്. അത് കേട്ടപ്പോൾ ഒന്നല്ല 1000 ലഡു തലങ്ങും വിലങ്ങും പൊട്ടി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. എല്ലാവരുടെയും മുഖത്ത് 1000 വാൾട്ടിൻ്റെ ബൾബ് കത്തി നിന്നു. ഞങ്ങളുടെ പഴയ ക്ലാസ്സാറ് കുമ്മറിൻ്റെ തലയിൽ തേങ്ങ വീണ് കിടപ്പിലാണ്. ആരോ എറിഞ്ഞതാന്നും പറയുന്നുണ്ട്. എന്തായാലും ആ ഒഴിവിലേക്കാണ് നമ്മുടെ മൊഞ്ചം വന്നതെന്ന് ആലോചിച്ചപ്പോൾ വീണ തേങ്ങയെ പൊന്നും പുടവയും കൊടുത്ത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്തങ്ങ് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് മനസ്സാ സകല തെങ്ങിനെയും തേങ്ങേനെയും അങ്ങ് സ്മരിച്ചു. ഇതൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ എവിടെയോ പറന്ന് നടക്കുവാണ്. താൻ മിഴിച്ച് നിൽക്കാതെ പോയിരിക്കണോ, ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ. സാറാണ്. ഞാൻ കിളി പോയി നിൽക്കുന്ന കണ്ടോണ്ടാവണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗോൺ. വായി നോക്കിയാന്ന് പുള്ളിക്ക് കത്തിയിട്ടുണ്ടാവും. ഞാൻ സാറിനൊരു ഇളിയും പാസ്സാക്കി പോയി അവിടെ ഇരുന്ന് പുളകം കൊള്ളാൻ തുടങ്ങി. ഒന്നുമില്ലെങ്കിലും നോക്കിയെങ്കിലും ഇരിക്കാലോ. അല്ലെങ്കിലും കുംഭകർണന്റെ കഷണ്ടി കാണുന്നതിൽ എത്രയോ സുന്ദരമാണ് ഈ കാഴ്ച. ഒറ്റയ്ക്ക് കിട്ടൂലെന്ന് ഉറപ്പാ. നമ്മൾ കാണാൻ മോശമല്ലെങ്കിലും നമ്മളെക്കാളും എത്രയോ തരുണീമണികളുള്ള ക്ലാസ്സാണിത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്ലാസ്സിലെ സകല പെൺകുട്ടികളും സാറിന്റെ മനസ്സിൽ കുടിയിരുത്തിയിട്ടുണ്ടെന്ന് എല്ലാ എണ്ണത്തിൻ്റെയും മോന്ത കണ്ട അറിയാം. അതുകൊണ്ട് വെറുതെ ഒരു നയനസുഖം അത്രയോ പ്രതീക്ഷിക്കാവൂ. വിശപ്പടക്കാൻ ഇതന്നെ ധാരാളം.